ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവിടെ നമുക്കറിയാം +2 ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു 5 ചാപ്റ്ററാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പാർട്ടിലുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അക്കൗണ്ടിങ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ നമുക്ക് പറയുന്നത് എന്താണ് നമുക്ക് നോക്കി വെക്കാം. Accounting for not-profit organization. There are some organizations whose main objective is to render service to their member and to the community. They are mostly voluntary organizations which do not have profit motive. അപ്പോൾ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മെയിനായിട്ട് സർവീസ് ആയിരിക്കും അവരുടെ മോട്ടീവ്. അതല്ലെങ്കിൽ ഒരിക്കലും പ്രോഫിറ്റ് മോട്ടീവായിട്ട് പ്രവർത്തിക്കാത്ത, പ്രോഫിറ്റ് മോട്ടീവ് അല്ല അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അവർ വോളണ്ടറിലി സ്വമേധയാ ഓപ്പൺ ചെയ്തു വരുന്ന ഒരു ടൈപ്പ് ഓർഗനൈസേഷൻസ് ആണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റിക്ക് സർവീസ് ചെയ്യാം, ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന്, അതല്ലെങ്കിൽ മൊത്തം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവർക്കൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. അവരുടെ കീഴിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അസോസിയേഷൻസ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് എക്സാമ്പിളാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഉദ്ദേശം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവമല്ല. അവർ മെയിനായിട്ട് സൊസൈറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവ് കൊടുക്കുന്ന പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്, എന്നൊരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. നമുക്ക് നോക്കിക്കാം എന്തായിരിക്കാം. അത് ഇൻട്രൊഡക്ഷൻ ആണ്. എന്തായിരിക്കും ശരിക്കുള്ള മീനിങ്? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസ്ഡ് ടു സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ ആൻഡ് റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഓർഗനൈസ്ഡ് ടു അച്ചീവ് സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ളതോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ളതോ അതല്ലെങ്കിൽ മതത്തിന് റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ളതോ അതല്ലെങ്കിൽ ചാരിറ്റബിൾ, സൊസൈറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യാം, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമല്ലോ, അങ്ങനത്തെ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് കൊടുക്കുന്ന പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. എ നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി വിച്ച് ഡസ് നോട്ട് എൻഗേജ് ഇൻ ട്രേഡിംഗ്, മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ബട്ട് റെൻഡർ സർവീസസ് ടു മെമ്പേഴ്സ് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാറില്ല? ഡു നോട്ട് എൻഗേജ് ഇൻ ട്രേഡിംഗ്, മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ്. അവരൊരിക്കലും ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാറില്ല അധികവും. ബട്ട് റെൻഡർ സർവീസസ് ടു മെമ്പർ ആൻഡ് ഫോർ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അവരെന്ത് ചെയ്യാറുണ്ട്? അതിലത്തെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടും അതേപോലെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ക്ഷേമത്തിന് വേണ്ടിയിട്ടും സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം നെക്സ്റ്റ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. എന്തായിരിക്കാം നമ്മുടെ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. എന്താണ് മെയിൻ ആയിട്ടുള്ള അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റെൻഡറിങ് സർവീസ് ആണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പബ്ലിക്കിന് വേണ്ടിയിട്ട്, സ്പെസിഫിക് ഗ്രൂപ്പിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്യാണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ ഉദ്ദേശം ഉണ്ടാവുക. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി. സച്ച് ഓർഗനൈസേഷൻസ് ആർ നോട്ട് എക്സ്പെക്ട് ടു ഏൺ പ്രോഫിറ്റ് സിൻസ് ദെയർ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് റെൻഡറിങ് സർവീസസ്. അവര് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യും, ഒരിക്കലും അവര് ഏൺ പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അവർക്ക് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അവരൊരിക്കലും ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരിക്കില്ല. അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും.
മൂന്നാമത്തത് നോട്ട് ട്രേഡിംഗ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ്. സച്ച് ഓർഗനൈസേഷൻസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു ക്യാരി ഓൺ ട്രേഡിംഗ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ഫോർ earn profit, but sometimes they perform trading activities like operating restaurants, trading sports goods, etc. അവര് അധികവും എന്ത് ചെയ്യാറില്ല, ട്രേഡിംഗ് വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല. ട്രേഡിംഗ് എന്താ പറയാ, ട്രേഡിങ്ങിലോ അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നിർമ്മാണ പ്രവർത്തനങ്ങളിലോ എന്ത് ചെയ്യാറില്ല, അവർ ഏർപ്പെടാറില്ല. സച്ച് ഓർഗനൈസേഷൻസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു ക്യാരി ഓൺ. അവർ എന്ത് അങ്ങനെ ഫോർ ഏൺ പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അവർ ട്രേഡിംഗ് ആക്ടിവിറ്റീസിലോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിലോ അവർ ഏർപ്പെടാറില്ല. But sometimes they perform trading activities like operating restaurants, trading sports goods, etc. ചില സമയങ്ങളിൽ അവർ എന്ത് ചെയ്യാറുണ്ട്, ഓപ്പറേറ്റിംഗ് റെസ്റ്റോറൻറ്റ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ സ്പോർട്സിന്റെ ഗുഡ്സുകൾ ട്രേഡ് ചെയ്യാറുണ്ട്, അതിന്റെ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പിന്നെ നെക്സ്റ്റ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സോഴ്സസ് ഓഫ് ഇൻകം. സബ്സ്ക്രിപ്ഷൻസ് എവിടെ നിന്നാണ് ഇവർക്കുള്ള ഇൻകം വരുന്നത്, സോഴ്സസ് ഓഫ് ഇൻകം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ്, അവരുടെ മെമ്പേഴ്സിൽ നിന്നുള്ള ആ വരിസംഖ്യ, അതേപോലെ ഡൊണേഷൻ, ഓരോരുത്തർക്ക് അവർക്ക് മറ്റുള്ള മനുഷ്യന്മാർ അവർക്ക് കൊടുക്കുന്ന ഡൊണേഷൻസ്, സംഭാവനകൾ, അതേപോലെ എന്താ പറയാ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു തരത്തിലുള്ള സഹായധനം എന്നാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ലെഗസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യ സ്വത്തുക്കൾ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് അഞ്ചാമത്തത് റിസൾട്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഇവർക്ക് എന്താ പറയാ പ്രോഫിറ്റ് അല്ല, ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്ലസ് ആണ്. സർപ്ലസ്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അവരുടെ എന്താ പറയാ ചെലവിനേക്കാൾ, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെലവിനേക്കാൾ ഓവറായിട്ട് സർപ്ലസ് ഇൻകം വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സർപ്ലസ് ഉണ്ടാവുന്നത്. സർപ്ലസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ്. സർപ്ലസ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാറില്ല. അതെന്ത് ചെയ്യും, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യും. നെക്സ്റ്റ് എന്താണ് ക്യാപിറ്റൽ ഫണ്ട് എന്താണെന്നുള്ളത് നോക്കിക്കാം. Since it is a not profit making entity, there is no capital investment. Accumulated surplus, various other receipts such as donations, grant in aid, legacies, etc. constitute the capital fund. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അവിടെ എന്താണ് ഉണ്ടാവുന്നത്, അക്യുമുലേറ്റഡ് സർപ്ലസ്, ഇവർക്ക് കിട്ടുന്ന സർപ്ലസ് എന്ത് ചെയ്യുക, സർപ്ലസ് അതേപോലെ മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾ, അതർ റെസിപ്റ്റ്സ് സച്ചസ് ഡൊണേഷൻസ്, ഈ ഡൊണേഷനായിട്ട് കിട്ടുന്നതും ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ട് കിട്ടുന്നതും ലെഗസീസ് ആയിട്ട് കിട്ടുന്നതൊക്കെ ഇതെല്ലാതും കൂടിയിട്ട് എന്ത് ചെയ്യും, സർപ്ലസിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്യാപിറ്റൽ ഫണ്ടായിട്ട് കണക്ക് കൂട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കിക്കാം നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പ്രോഫിറ്റ് മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ പോലെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഒരിക്കലും എന്താ പറയാ ക്രെഡിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അവർ നടത്താറില്ല, അഥവാ കടമായിട്ട് കൊടുക്കാറില്ല എന്നുള്ളത് അർത്ഥം. പിന്നെ മെയിന്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്. ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെന്റ്സ് ആർ ക്രെഡിറ്റഡ്. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ക്യാഷ് ബുക്കിന്റെ മെയിന്റനൻസ് എങ്ങനെ നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് റെസീപ്റ്റ്സ് ഒക്കെ ഡെബിറ്റ് ചെയ്യും, അതേപോലെ ഓൾ ക്യാഷ് പേയ്മെന്റ്സ് ആർ ക്രെഡിറ്റഡ്. അഥവാ എന്താ പറയാ നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള ക്യാഷ് പരമായിട്ടുള്ള വരവ് റെസീപ്റ്റ്സ് നമുക്ക് കമ്പനിയിലേക്ക് എന്തെല്ലാം തരത്തിലുള്ള വരവുകളുണ്ടോ, ക്യാഷ് റെസീപ്റ്റ്സ് ഉണ്ടോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യും, അഥവാ ഈ സൈഡിൽ ആഡ് ചെയ്യും. അതേപോലെ എന്തെല്ലാം തരത്തിലുള്ള പേയ്മെന്റ്സ് കമ്പനി നടത്തുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലും ആഡ് ചെയ്യും. ഇതിന്റെ എന്താ പറയാ ബാലൻസ് എന്ത് ചെയ്യും, ഡെയിലി ബേസിൽ ഇവരെന്ത് ചെയ്യും, ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും തമ്മിലുള്ള ബാലൻസ് എടുത്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് ലാഭമാണെന്നുണ്ടെങ്കിൽ ലാഭം മാറ്റി വെക്കും, അതല്ല നഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ പറയാ അങ്ങനെയാണ് അവര് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സച്ച് ഓർഗനൈസേഷൻസ് ഹാവ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ്.
ദീസ് ഇൻക്ലൂഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ്. ഇവർക്കും വർഷത്തിന്റെ അവസാനത്തിൽ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അഥവാ അക്കൗണ്ടിങ് പീരീഡിന്റെ ലാസ്റ്റിൽ, അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്, ഈ അക്കൗണ്ടിങ് പീരീഡിന്റെ ലാസ്റ്റിൽ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. ദിസ് ഇൻക്ലൂഡ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അതിലെന്തെല്ലാം, ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതൊന്നും വരുന്നില്ല കേട്ടോ. ഇവിടെ ഇവർക്ക് എന്തെല്ലാം തയ്യാറാക്കേണ്ടത്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ആൻഡ് ദ ബാലൻസ് ഷീറ്റും. ഈ മൂന്ന് എന്താ പറയാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവർക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇവിടെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ്. നോർമലി നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. സർവ്വസാധാരണയായിട്ട് എന്ത് ചെയ്യാറില്ല, ഇവര് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാറില്ല. അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിൽ നിന്നുള്ള സബ്സ്ക്രിപ്ഷൻസ്, അതേപോലെ ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാൻഡുകൾ, പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ഇവർ എന്ത് ചെയ്യും, ക്യാഷ് ബേസിസ് ഓൺലിയാണ്. ക്യാഷ് ബേസിസിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യാറുള്ളൂ, ഡീൽ ചെയ്യാറുള്ളൂ. പിന്നെ ഇവർ സർവ്വസാധാരണമായിട്ട് അവർ യൂസ് ചെയ്യാറുള്ള അവരുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക്, ഒന്ന് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ലെഡ്ജർ അക്കൗണ്ട്സ്. അതേപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് ഓൾ ഇൻകംസ്, എക്സ്പെൻസസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എല്ലാവിധ ഇൻകംസിന്റെയും എക്സ്പെൻസസിന്റെയും അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഒക്കെ ലെഡ്ജർ അക്കൗണ്ട് സൂക്ഷിക്കുന്നുണ്ട് അവർ. പിന്നെ they are required to maintain a stock register with a complete records of assets and consumables. എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ എല്ലാ വിധത്തിലുള്ള അസറ്റ്സിന്റെയും, അതേപോലെ ഇവർ ഏതെല്ലാം വിധത്തിൽ ഇവർക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, അഥവാ അതിന്റെ കൺസ്യൂമബിൾസ്, അതിന്റെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള സ്റ്റോക്ക് രജിസ്റ്റർ ഇവർ എന്ത് ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ദേ ഡു നോട്ട് ഹാവ് എ ക്യാപിറ്റൽ അക്കൗണ്ട്. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവാറില്ല. അതിന് പകരം അവരെന്ത് ചെയ്യും, ഈ ക്യാപിറ്റൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അവർ എന്ന് പറഞ്ഞിട്ടുള്ളത്, സർപ്ലസ് ജനറേറ്റഡ്, ഇവർക്ക് ഉണ്ടാവുന്ന ലാഭം, അതേപോലെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ലെഗസീസ്, ഡൊണേഷൻസ്, ഗ്രാൻഡ് ഫണ്ട്, ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യാറ്, ഇവരെ ക്യാപിറ്റൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാറ്. നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോവിംഗ്: റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾക്ക് ഈ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 വിധത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം, ഇതിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കൊണ്ട് എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് നോക്കി നോക്കാം. Receipts and payment account is prepared by not-profit organizations at the end of an accounting year in a summary from incorporating therein all cash receipts and payments appearing in the cash book. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്, നമ്മൾ ഈ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യാറുണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അവര് എങ്ങനെയാണ്, അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്, ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാനത്തില് ഇവർ എന്ത് ചെയ്യും, നമ്മളെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതെല്ലാം ഒരു ക്യാഷ് ബുക്കിൽ എന്താ പറയാ, അഥവാ ക്യാഷ് ബുക്കിൽ കാണുന്ന എല്ലാ ക്യാഷ് റെസിപ്റ്റ്സിനെയും പേയ്മെന്റ്സിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കാറുണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അനലൈസിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് വാരിയസ് എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക് പെർട്ടേണിംഗ് ടു എ പെർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ സംഭവിക്കുന്ന എല്ലാവിധ എന്താ പറയാ ക്യാഷ് ബുക്ക് എൻട്രീസും അവരെന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പിംഗ് നടത്തിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ആഡ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ റെസിപ്റ്റ്സ് ഓഫ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്സ് വിത്ത് ഓൾ പേയ്മെന്റ്സ് ഓഫ് ക്യാഷ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാവിധ ക്യാഷ് റെസിപ്റ്റ്സും നമ്മൾ എന്ത് ചെയ്യും, അഥവാ കമ്പനിക്കുള്ള എല്ലാവിധ വരുമാനങ്ങളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതേപോലെ എല്ലാവിധ എന്താ പറയുക ചെലവുകളും നമ്മൾ ഓൾ പേയ്മെന്റ്സ് ഓഫ് ക്യാഷ്, എല്ലാവിധ ചെലവുകളും നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നതാണ്.
അഥവാ പിന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈഡ്സ് റെപ്രസെന്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, റെസിപ്റ്റ് സൈഡ് കൂടുതലും പേയ്മെന്റ് സൈഡ് കുറവും, അഥവാ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടും, അതല്ല ചിലവാണ് കൂടുതൽ എന്നാണ് പേയ്മെന്റ് സൈഡ് കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും കാണിക്കും. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ടും മറ്റേ ചിലവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും കാണിക്കുന്നതാണ്.